കണ്ണൂർ പാനൂരിലെ CPM ലീഗ് സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് CPM പ്രവർത്തകർ വടിവാളുമായി ആക്രമിച്ചത്. ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ്, വിശദാംശം. പാറാട് ഇന്നലെ വൈകിട്ടാണ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത്. CPM പ്രവർത്തകർ വടിവാളുമായി ആക്രോശിച്ചെത്തുകയും ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഭീകര ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ട് പുറത്തു വന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ UDF നേടിയ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആദ്യം ഈ പാറാട് ടൗണിൽ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിനിടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമുണ്ടായത്. ഈ പ്രകടനത്തിനിടയിലേക്ക് ഒരു LDF പ്രവർത്തകന്റെ കാർ എത്തിയതിനെ ചൊല്ലിയായിരുന്നു തർക്കം തുടങ്ങിയത്. ഈ തർക്കത്തിനൊടുവിൽ വലിയ തരത്തിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ കല്ലെറിയുകയും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ പരസ്പരം വലിച്ചെറിയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ തുടർച്ചയായിട്ടാണ് CPM പ്രവർത്തകർ വടിവാളുമായി ആക്രമിക്കുന്ന തരത്തിലേക്ക് തിരിഞ്ഞത്. ഏതായാലും ഈ സംഭവം സംബന്ധിച്ചപ്പോൾ കൊളവല്ലൂർ പോലീസ് 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, സ്ഫോടക വസ്തു എറിയൽ, അതേപോലെ സംഘം ചേർന്ന് ആക്രമണം നടത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് CPM പ്രവർത്തകരും അതുപോലെ തന്നെ UDF പ്രവർത്തകരും പ്രതികളാണ്. ഒപ്പം തന്നെ 4 UDF പ്രവർത്തകർ ഇന്നലെ തന്നെ ഈ സംഭവത്തിനകത്ത് പരിക്കുപറ്റി തലശ്ശേരിയിലുള്ള ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഈ സംഭവം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അക്രമം ആര് തുടങ്ങി എന്നത് സംബന്ധിച്ചിട്ടുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നേരത്തെ CPMന്റെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ ആക്രമണം എന്നുള്ളതായിരുന്നു വന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അക്രമം ഇരുഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജി, നിയമ നടപടിക്ക് ബിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ ഇരു കൂട്ടർക്കുമെതിരെ? അജി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 4 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസിന്റെ വാഹനത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു, പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് പൊട്ടുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഒപ്പം ബോംബേറ്, സ്വകാര്യ വസ്തുക്കൾക്ക് അതായത് സ്വത്തിനും അതുപോലെ തന്നെ വീടിനും നേരെയുള്ള ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 62 CPM പ്രവർത്തകരും അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന 40 UDF പ്രവർത്തകർക്കെതിരെയുമാണ് കൊളവല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അജി.